എന്തിന് പറഞ്ഞേ പോരെ? ആരോട് പറയാം? മുരുകനല്ലേ മേടിക്കുന്നത്? ഏത് മുരുകനായാലും ഈ പറഞ്ഞിട്ടുള്ള പരിപാടി വേണ്ട. കാശുണ്ടല്ലോ, പിന്നെന്താ വന്നാല്? എന്തോ സാറുണ്ട് വെച്ചിരിക്കുന്നോ? ഒരുമാതിരി വത്തിപ്പണക്കാരന്റെ സ്വഭാവം കാണിക്കല്ലേ പോകൂ. നിനക്ക് ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. കാശില്ല എന്ന എടാ മോണ്ട കണ്ട ഞാനാ വായിരിക്കുന്ന കേൾക്കും വേണം. കാശില്ല കാശെടുക്കാം. ലൂസ് ആണെങ്കിൽ എനിക്ക് മതി, അല്ലാതെ ഇതുപോലെ ഇറുകി പിടിച്ചോന്നും എനിക്ക് വേണ്ട. ചേട്ടാ ഇതാ ലേറ്റസ്റ്റ് ഫാഷൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊന്ന് ട്രൈ ചെയ്തോണം സാർ. ഇവിടെ അപ്പുറത്തെ ഡ്രസ്സിന്റെ. ഓ ഇല്ല ഞാൻ അപ്പോഴേ പറഞ്ഞ എനിക്ക് ഈ സാധനമൊന്നും പറ്റൂല. ഒരൊറ്റ എണ്ണം കയറുന്നില്ല. അതെ കുറച്ചുകൂടെ ഈ പിന്നെ ലൂസായിട്ടുള്ള വല്ലതും ഉണ്ടോ? പൈജാമമാര് അതിനെ തുണിയെടുത്ത് വെക്കണം. വായട്ടാ നമുക്ക് വേറെ പോയി നോക്കാം. ഇന്ന് വളരെ മോശം രാത്രി വെട്ടം കാണാൻ. പിന്നെ ഇതൊന്നും അവകാശവാദം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. അയ്യോ അല്ലേ, ഇതെങ്ങനെ സാധിച്ച്? ഞാൻ പിന്നെ ചെറുക്കാനാണോ വേഷം കിട്ടി ഇറങ്ങുന്നത്? നല്ല സ്റ്റൈലായിട്ട് നല്ല പിന്നെ അവകാശവാദം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഊര് പാൻറ്റൂരാൻ തിരിച്ചു കാണിക്കൊന്നും വേണ്ട. അതെന്താ പരിപാടിയാ? ഞാനല്ലേ അടിച്ചോണ്ട് വന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ട് തീട്ടാ മതി. എടാ നിന്നെ കാട്ടി എനിക്കല്ലേ ചേരുന്നത്. വേണ്ട വേണ്ട, വിഷയമൊന്നും മാറ്റണ്ട. ഊറങ്ങോട്ട്. വേണ്ട വേണ്ട, നീ കറുത്തവൻ കേട്ടോ. ഒരൗദാര്യം. ഇന്നലെ ചോദിച്ചപ്പോ എന്തൊരു ഡിമാൻഡായിരുന്നു. എല്ലാം നിനക്ക് ആദ്യം വേണം. ഞാൻ എന്താ പിച്ചക്കാരനാ? അങ്ങനെ ഇപ്പൊ കളിക്കട്ടെ. അളിയാ ഇന്ന് മറ്റേ പാർട്ടി വരും. ഏത് മറ്റേ പാർട്ടി? ഞാനൊന്ന് പറഞ്ഞില്ലേ ഹോട്ടലിൽ വെച്ചൊരു പെണ്ണുമായിട്ട് പരിചയപ്പെട്ടെന്ന്. അതിന് അവളിന്ന് രാവിലെ ഒരു 9:10 ഷോപ്പിങ്ങിന് വരും. വീണ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടളിയാ. വേണ്ടെങ്കി വേണ്ട, ഞാനൊന്നും പോണില്ല. എന്നെ കുഴഞ്ഞു കളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അധികം കാലം നടക്കൂല. പോയിട്ട് വാ. പോയച്ചു വരാനാ? നീ കൂടെ വാ. ഞാൻ എന്താ വരുന്നത്? നീയല്ലേ എന്റെ ഒരു ധൈര്യം. ചാളി കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. എന്തോന്ന്? ആ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പെമ്പിള്ളാരുടെ ധാരണ ഞാൻ എന്റെ വേലക്കാരനാണെന്നാ. രാവിലെ ഞാൻ ചായ വാങ്ങിച്ചോണ്ട് വരിക, കുറച്ച് നീ ഡ്രസ്സ് കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങുക, ഞാൻ ശെങ്കിടിയായിട്ട് പുറകെ വരിക. നിന്റെ ഈ അഭ്യാസം കാരണം ഒരൊറ്റ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അറിയാവോ? അതൊന്ന് മാറ്റിയെടുക്കണമല്ലോ. ഇപ്പൊ അവരുടെ ധാരണയൊക്കെ മാറിക്കാണും. മാറുവോ? നീ വേഗം കളിയാ. ഞാനിപ്പോ റെഡിയാ. ചെല്ലേ പോരാടെ. കളി വേഗം വന്നേ. കുട്ടിയല്ല. എന്തോ ഇത് കത്തിക്ക്. കുറച്ച് കഴിയുമ്പോ വലിച്ചേണ്ടി വരുമോ? കൂട്ട് കൂട്ടാൻ ഒന്ന് വേഗം ആടറേ. നീയല്ലേ ഡെയിലി പൂട്ടുന്നത്, എനിക്കല്ലേ പരിചയം ഉണ്ടാകും. എന്നാ വാ. അയ്യേ, വണ്ടിക്കത്ര തീപ്പെട്ടി കൂടി വിടുകയല്ല. വേനക്കേടായിപ്പോയി. കൈയെടു കൈയെടുക്ക. കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കാതെ.
കാര്യമുണ്ട്, കുറച്ച് നീങ്ങിന്നോ. ഗുഡ് മോർണിംഗ്. ഹലോ. പിന്നെ ഷോപ്പിംഗ് വന്നാണല്ലേ? കരിവണ്ടിന കണ്ണുകളിൽ ഒളിയമ്പുകളെയ്യണതോ തേൻ കുടിക്കണതോ കണ്ടി ഒയ്യാരം പയ്യാരം തുടികൊട്ടണ ശിങ്കാരം ഹൊയ് ഹൊയ് മനസ്സിന് കുളിരണ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ കുളിരേകണൊരമ്പിളിയോ കുളിരാട്ടണ കമ്പിളിയോ മങ്കയാളിവളാരോ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ ചാളേ, ചാളേ, വണ്ടി കൊണ്ടുപോയി വീട്ടിട്ടേക്കോ. വണ്ടിയോ? ഇതാ കണക്ക് ചെമ്പരാമാ അവന്റെ വണ്ടി. വണ്ടിയോ? വണ്ടി അങ്ങനെ യൂസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. വൺസ് ഇൻ എ വൈൽ ഞാനിവിടെ വരുമ്പോ മാത്രം. ഒന്നാമത് ഇവിടുത്തെ ട്രാഫിക് റോഡ്സ് വെരി ബാഡ്. 2 ദിവസം കൊണ്ട് മടുത്തു. മിസ്റ്റർ ഗോപകുമാർ? നോ പ്ലീസ് ഗോപു. ഹൗ അബൌട്ട് വൺ മോർ ഐസ്ക്രീം? നോ താങ്ക്സ്. കുടിക്കാൻ എന്തെങ്കിലും? നത്തിങ്. അബ്സല്യൂട്ട്ലി കംഫർട്ടബിൾ. ഷുവർ. വെയിറ്റർ. വെൽ, ഓ എക്സ്ക്യൂസ് മീ,
ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം.